അല്ല, നീ പ്രസംഗിക്കണ്ട, നിന്റെ പ്രസംഗം കേൾക്കുന്നുണ്ടല്ലോ. അപ്പം പ്രസംഗ മത്സരിച്ച ഒരു കുട്ടി A ഗ്രേഡ് നേടിയ കുട്ടിയാണ്. അതെ അതെ. അപ്പം മോന്റെ പേര്? എന്റെ പേര് മുഹമ്മദ് സിനാൻ. മുഹമ്മദ് സിനാൻ എവിടുന്നാ വരുന്നത്? ഞാൻ KPRP സ്കൂൾ കോങ്ങാട് പാലക്കാട് ഡിസ്ട്രിക്റ്റിലാണ്. പാലക്കാട് നിന്നാണ് വരുന്നത്. ആദ്യം നമുക്ക് ആ പ്രസംഗം എന്തായിരുന്നു, വിഷയം എന്തായിരുന്നു? വിഷയം നിർമ്മിത ബുദ്ധിയായിരുന്നു. നമുക്ക് ഇപ്പോ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ് ലഹരിയുടെ. അപ്പൊ അതിനെപ്പറ്റി തന്നെ പറയാമെന്ന് വിചാരിക്കുന്നു. ചെറിയ അവസാനിപ്പിക്കാം. ഈ ട്രോഫി ഒന്ന് വിളിച്ചിട്ട് ദിനം പ്രതി പത്രമാധ്യമങ്ങളിലൂടെയും ഇന്റർനെറ്റുകളിലൂടെയും വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ മലയാളിക്ക് മാനഹാനി തീർക്കുമ്പോൾ അറബിക്കടലിന്റെ റാണി എന്നറിയപ്പെടുന്ന കൊച്ചി ലഹരിയുടെ ഉപയോഗത്തിൽ രാജ്യത്ത് 2ാം സ്ഥാനത്തേക്ക് കുതിച്ചു വരുമ്പോൾ ചിന്തിക്കണം നമ്മൾ. നമ്മുടെ മൂല്യങ്ങൾക്കും ധാർമ്മികതയ്ക്കും പ്രതിക്കുരുക്ക് വീഴുന്ന വഴി. ഇവിടെയാണ് കൗമാരത്തിന് കരുതൽ വേണമെന്ന നമ്മുടെ ചർച്ചാ വിഷയത്തിന് അടിത്തറയിടേണ്ടത്. ഒരു വിദ്യാർത്ഥിക്ക് അവന്റെ കനാപരവും സർഗാത്മകവുമായ കഴിവുകൾക്ക് ഏറ്റവും കൂടുതൽ ഉദ്ദീപനവും ഉന്മേഷവും ലഭിക്കുന്ന സമയമെന്നത് അതവന്റെ കൗമാരപ്രായമാണ്. എന്നാൽ എട്ടും പൊട്ടും തിരിയുന്നതിന് മുൻപ് മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ടുകൊണ്ടിരിക്കുന്ന നമ്മളുടെ മക്കളുടെ ചിന്തകളെയും പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്നിടത്തേക്ക് നാട്ടിൻ പുറങ്ങളിലെ ലഹരി മാഫിയകൾ പോലും വേരുറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഈ മോഡേൺ യുഗത്തിലെ യുവതികൾ പോലും ലഹരിയെ അന്തസ്സിന്റെയും ആഭിജാത്യത്തിന്റെയും പ്രതീകമായി കണ്ടുകൊണ്ട് സമൂഹത്തിൽ വിഭ്രാന്തിരോധം സൃഷ്ടിക്കുമ്പോൾ നമ്മൾ അതിനെതിരെ ശക്തമായി പ്രതികരിക്കേണ്ട സമയം അത് അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇതിന്റെ ഈ അടുത്ത് തിരുവിതാംകൂറിലെ ഒരു ഹയർ സെക്കൻഡറി വിദ്യാലയത്തിലെ 2 വിദ്യാർത്ഥികളെ പിടികൂടി ചോദ്യം ചെയ്തപ്പോൾ അധ്യാപകർക്ക് കേൾക്കാനായത് കൈരളി കേട്ടതിൽ വെച്ച് ഏറ്റവും വലിയ ലഹരിയുടെ മാനക്കേടായിരുന്നു. ഇനിയും വരികരുത്. പരിഹാരത്തിന്റെ പ്രായോഗികതയെ കുറിച്ച് നാം ഉണർന്ന് ചിന്തിക്കണം. അതിന് രാജ്യത്തെ നിയമ സംവിധാനങ്ങൾ നമ്മോടൊപ്പമുണ്ട്. ഈ അടുത്ത് സർക്കാർ രൂപീകരിച്ച വിമുക്തി എന്ന കൂട്ടായ്മ നമുക്ക് വലിയ പ്രതീക്ഷയാണ് നൽകുന്നത്. അതിന്റെ പായ് പദ്ധതികളായി ഓരോ ജില്ലകളിലും ഡി അഡിക്ഷൻ സെന്ററുകൾ കൂടി വന്നതോടെ നമ്മുടെ പ്രതീക്ഷ അതിന്റെ മൂർധന്യത്തിലെത്തി നിൽക്കുകയാണ്. എങ്കിലും ഒരാളെ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെടുത്തുന്നത് രാജ്യത്തെ വൻ ശക്തികളുടെയും കോർപ്പറേറ്റ് ഗുണ്ടായിസത്തിന്റെയും സർവ്വവിധ പിന്തുണയോടുകൂടിയുമാണ്. ഇത്തരത്തിൽ തഴച്ചു വളരുന്ന ലഹരി പദാർത്ഥങ്ങൾ നമ്മുടെ രാജ്യത്തെ സാമ്പത്തിക വികസനം ഒരു കൊടുപ്പ് കൂട്ടുമ്പോൾ അനേകായിരം കുടുംബങ്ങളുടെ സ്വസ്ഥതയാണെന്ന് നാം മനസ്സിലാക്കണം. അവരുടെ മൗലികാവകാശ ലംഘനമാണെന്ന് നാം തിരിച്ചറിയണം. വീട്ടിലെ അനാരോഗ്യകരമായ കുടുംബാന്തരീക്ഷവും മൊബൈൽ ഫോണിന്റെ അമിതമായ ഉപയോഗവുമാണ് ഇതിന് കാരണമാകുന്നത്. താഴെ തലങ്ങളിലേക്ക് വരെ ബോധവൽക്കരണ ക്ലാസുകൾ എത്തിച്ച് നമുക്കേവർക്കും ഇതിനെ തടയാൻ കഴിയട്ടെ എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ ഇളയ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ വിമുക്തിയുടെ സ്റ്റോള് തൊട്ട് അപ്പുറത്ത് തന്നെ ഉണ്ട്, കണ്ടിരുന്നു. വെല്ലുവിളിയാകട്ടോ, നമുക്ക് വെല്ലുവിളിയാകട്ടോ. മറ്റൊരു കാര്യം, ഇത്രയും ഇത് അവിടെ വെച്ച് കിട്ടിയ ടോപ്പിക് അല്ലേ? അല്ല, അവിടെ നിർമ്മിത ബുദ്ധിയായിരുന്നു. അപ്പോ ഞാൻ വന്നത് അപ്പീലുമായിട്ട് വന്നിട്ടുണ്ടായിരുന്നതാ. അപ്പീലുമായി വരിക എന്ന് പറയുമ്പോൾ എനിക്കൊരു കാര്യം കൂടി പറയാനുണ്ട്. ഞാനിപ്പോ പ്രസംഗം വന്നു, A ഗ്രേഡ് വാങ്ങി പോയി. പക്ഷെ ഞാൻ ഇനി അത് പറയാതിരുന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇനി വരുന്ന കുട്ടികൾക്ക് കൂടിയുള്ള ഒരു ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ഞാൻ എന്റെ സന്തോഷം മാത്രം നോക്കി പോയിട്ട് കാര്യമില്ലല്ലോ. ഞാൻ അപ്പീലുമായിട്ട് വന്നിട്ടുള്ള ഒരു കുട്ടിയാണ്. അപ്പോൾ അപ്പീലിൽ ഈ വർഷം മുതൽ അപ്പീൽ തുക ഉയർത്തിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം 2500 ആയിരുന്നു ജില്ലയിൽ. അതിനുശേഷം സംസ്ഥാനത്തും കൂടി, അതായത് 2 തവണ നമ്മൾ അടയ്ക്കണം. ഈ സംസ്ഥാന തലത്തേക്ക് വരുമ്പോൾ 5000 രൂപ നമ്മൾ അടയ്ക്കേണ്ടതുണ്ട്. അതായിരുന്നു ആദ്യം ഉണ്ടായിരുന്നു. ഈ വർഷം അത് 10,000 രൂപയാക്കി. അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരേപോലെ കഴിഞ്ഞോളന്നില്ല. ചില പാവപ്പെട്ട കുട്ടികളുണ്ടാവും. ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കത് ബുദ്ധിമുട്ട് തന്നെയാണ്. എന്നെക്കാൾ ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ടാവും. അപ്പൊ ഇത് പണക്കാരനും പാവപ്പെട്ടവനും തമ്മിലുള്ള ഒരു അന്തരല്ലേ. നമുക്ക് വേറെയും അപ്പീലുകൾ കുറയ്ക്കാൻ ഒരുപാട് വഴികളുണ്ട്. അതായത് നമ്മുടെ ജില്ലയിൽ തന്നെ ഇതിന്റെ ശക്തമായിട്ട് നോക്കിയിട്ട് വിട്ടാൽ മതി. പിന്നെ ഈ സാധാരണ എല്ലാവർക്കും A ഗ്രേഡ് കിട്ടുന്ന പോലെ കിട്ടില്ല നമ്മൾ അപ്പീൽ വാങ്ങി വരിക കാരണം. അതുകൊണ്ട് നമ്മുടെ ജില്ലയിൽ 1ാം സ്ഥാനം വാങ്ങിയ കുട്ടിയേക്കാൾ മാർക്ക് വാങ്ങിയാലാണ് എന്നെ പോലെയുള്ള കുട്ടികൾക്ക് അപ്പീൽ A ഗ്രേഡ് അനൗൺസ് ചെയ്താൽ പോലും നമുക്ക് A ഗ്രേഡിന്റെ സർട്ടിഫിക്കറ്റോ അതുപോലെ 10,000 രൂപ തിരിച്ചോ കിട്ടില്ല. ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തീക്കളി കളിച്ചിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. നമ്മുടെ 10,000 രൂപ പോകും ചെയ്യും. പിന്നെ ഒരു കോൺഫിഡൻസ് ആയിരുന്നു. അതിലങ്ങനെ വന്നു, പാർട്ടിസിപ്പേറ്റ് ചെയ്തു, നേടി. പക്ഷെ അങ്ങനെ തിരിച്ചു പോകുന്നതിൽ കാര്യമല്ലല്ലോ. ഇനി കുറ്റം പറയല്ല, നമ്മൾ ഒരുപാട് പരിമിതികൾ ഉണ്ടാവും. പക്ഷെ നമ്മൾ എല്ലാവരെയും കൺസിഡർ ചെയ്തുകൊണ്ട് ഈ തുക അടുത്ത വർഷങ്ങളും കുറയ്ക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. അതെ, പൊരുതി നേടി പറയാനുള്ളതും പറഞ്ഞു. നമ്മുടെ ഈ വേദിക്ക് ചുറ്റുമുണ്ട് കലോത്സവത്തിന്റെ സംഘാടകരൊക്കെ തന്നെ. ഈ വിഷയം അവർ കേട്ടിട്ടുണ്ടാവണം, അവർ പരിഗണിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെ വെറുതെ വന്ന് പ്രസംഗിച്ചു പോയതല്ല. അവൻ പറഞ്ഞ കാര്യവും ഗൗരവതരമായിട്ടുള്ള കാര്യം തന്നെയാണ്. അവൻ അത് ഉൾക്കൊള്ളുന്ന, ഓരോ വിഷയം ഉൾക്കൊള്ളുന്നതും അതുപോലെ സീരിയസ് ആയിട്ടാണ് എന്നുള്ളത് അവന്റെ സംസാരത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും നമ്മുടെ ഈ പ്രസംഗ മത്സരവുമായി ബന്ധപ്പെട്ട് മൈക്കുണ്ട്.
അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, അത് കണ്ടിരുന്നു അല്ലേ? അതായത് പ്രസംഗ മത്സര വേദിയിൽ മൈക്കിന്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അത് നമുക്ക് പൂർണ്ണമായിട്ട് വിമർശിക്കാൻ വേണ്ടി കഴിയില്ല. അത് എന്താണ്, മൈക്കും നമുക്ക് ടോപ്പിക് ഓൺ ദ സ്പോട്ടാണ് തരിക. നമ്മൾ ഏതൊരു വിഷയം തരുന്നു അതിനനുസരിച്ച് അതേ സമയം തന്നെ നമ്മൾ അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ പറയണം. പക്ഷേ തൊട്ടടുത്തായിരുന്നു സ്റ്റേജ് ക്രമീകരിക്കുന്നതിൽ വന്നൊരു അപാകതയാണ് അതിനുണ്ടായ കാരണം. അപ്പോൾ സ്റ്റേജും നമുക്ക് അതിന് തന്നിട്ടുള്ള റൂമും അടുത്തടുത്തായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ ടോപ്പിക് നമ്മൾ കേട്ട് കഴിഞ്ഞാൽ അതൊരു പ്രശ്നമായി മാറും. പക്ഷെ സാധാരണ പ്രസംഗ മത്സരങ്ങൾക്ക് ദൂരെയായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ടോപ്പിക് കേൾക്കാറില്ല. ഇപ്രാവശ്യം പതിവിന് വിപരീതമായി ഇതുവരെ കാണാത്തൊരു സ്ഥിതിവിശേഷം കാണാനിടയായി. അതായത് ഞങ്ങൾക്ക് മൈക്ക് ഉണ്ടായിരുന്നില്ല പ്രസംഗിക്കുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കൂടുതൽ സൗണ്ട് നമ്മൾ കൂടുതൽ സ്ട്രെയിൻ ചെയ്യേണ്ട അവസ്ഥ വന്നു. പിന്നെ കാണികൾ നമ്മുടെ കാണാൻ വേണ്ടി വന്നവർക്കൊന്നും പൂർണ്ണമായിട്ട് അവസാനിരിക്കുന്ന ആളുകൾക്കൊന്നും ഒട്ടും കേൾക്കാത്തൊരവസ്ഥ വന്നു. അപ്പോൾ അത് ഈ സ്റ്റേജ് ക്രമീകരണത്തിലുണ്ടായ ഒരു അപാകതയാണ്. പക്ഷേ അടുത്ത തവണ അത് എല്ലാവർക്കും തെറ്റുകൾ പറ്റുമല്ലോ. അപ്പോൾ ഇതിലൊരു മനുഷ്യനിർമ്മിതമായിട്ടുള്ള ഒരു തെറ്റ് പറ്റി എന്നത് മാത്രം, അത് നമുക്ക് വിമർശിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അടുത്ത തവണ അത് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് ചെയ്താൽ വളരെ നന്നാവും എന്ന് വിചാരിക്കുന്നു. അതായത് നമ്മൾ ഈ കലോത്സവത്തിന്റെ മേന്മകൾ പറയുമ്പോൾ അതിനിടയ്ക്ക് സംഭവിച്ച ചില പോരായ്മകൾ അത് നമ്മുടെ മത്സരാർത്ഥികൾ തന്നെ തുറന്നു പറയാൻ മനസ്സ് കാണിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നെഗറ്റീവ് മാത്രം പറഞ്ഞാൽ പോരാ. ഈ തലസ്ഥാന നഗരിയിൽ ഉണ്ടായിട്ടുള്ള കലോത്സവത്തെ പറ്റി പറയുകയാണെങ്കിൽ വളരെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള, നമുക്ക് യാതൊരു വിധത്തിലുള്ള കുറവില്ലാതെ വളരെ ഭംഗിയായിട്ടാണ് നടത്തിയിട്ടുള്ളത്. അത് നമ്മൾ പറയണമല്ലോ. ഇതിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ ഉണ്ടായി. അതിപ്പോ നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും ചെറിയ അപാകതകളൊക്കെ ഉണ്ടാവും. പക്ഷെ ഞാനിതിപ്പോ പറഞ്ഞത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ആരും വിമർശിക്കാൻ വേണ്ടിയിട്ടല്ല. വളരെ നന്നായിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് ഗവൺമെന്റ് ഒരുക്കി തന്നിട്ടുള്ളത്. പക്ഷെ അടുത്ത തവണ വരുന്ന സമയത്ത് ഇത് കുറച്ചും കൂടി നന്നാക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് നിർദ്ദേശങ്ങൾ തന്നു എന്ന് മാത്രം. പ്രസംഗമായാലും സംസാരമായാലും ഇനി നമ്മൾ അധിക നേരം നിർത്തിയിരുന്ന നമ്മുടെ കൊടുക്കുന്ന എ ഗ്രേഡ് അത് അവന് നേരത്തെ കിട്ടിക്കഴിഞ്ഞതാണ്. ഒന്നും കൂടെ ഓക്കേടാ. അപ്പോ ഓൾ ദ ബെസ്റ്റ്. ശരി, കാണും, തകർക്കണം. ഭാവിയിൽ ഒരു തീപ്പൊരി പ്രാസംഗികനായിട്ട്. അതെ, ഇപ്പോഴേ അവൻ തീപ്പൊരിയാ. ഇപ്പോഴേ തീപ്പൊരിയാ. ഇപ്പം ഒരു കനല്, പക്ഷെ കനൽ ഒരു തരി മതി. ഓക്കെ.